കാലം കൂടെ കഴിയുമ്പോൾ ശങ്കരാചാര്യ വിരചിതമെന്ന് വിശ്വസിക്കുന്ന ദ്വാദശ മഞ്ജരിക എന്ന് വിളിക്കുന്ന ഭാഗം പൂർത്തിയാവുകയാണ്. അത് കഴിഞ്ഞ് ചതുർദശ മഞ്ജരിക എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർ പലരായിട്ട് എഴുതി ചേർത്തിരിക്കുന്ന ഭാഗങ്ങളാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ആദ്യ ദിവസം സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദീകരണം ആവശ്യമില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്കൃത ഭാഷാ വിദ്യാർത്ഥിയോട് ഭഗവാൻ സംസാരിക്കുന്നതാണ് ആദ്യത്തെ ഭാഗം. ഒരു സാധകനോട്, സംസാരിയായ സാധകനോട് വേദാന്ത പഠിതാവ് സംസാരിക്കുന്നതാണ് ബാക്കിയുള്ള ഭാഗം. അതാണ് വ്യത്യാസം. നമുക്കത് കാണാവുന്നതാണ്. എന്തായാലും ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. നമ്മൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് താമസിച്ചുപോയി. സത്സംഗത്തെ വിസംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്തെ ജീവൻ ഭക്തി. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ ശ്ലോകം. ഒരുപാട് ഭജഗോവിന്ദം സംഗീതവൽക്കരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു വരി അവരെല്ലാം അവോയ്ഡ് ചെയ്തു, അല്ലെങ്കിൽ വിട്ടുപോയി എന്നുള്ളത് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരുപക്ഷെ വേദാന്ത പണ്ഡിതന്മാർക്ക്, വേദാന്തികൾക്ക് ഒക്കെ വളരെ ഐച്ഛികമായിരിക്കുന്ന വിഷയങ്ങളാണ് ഭഗവാൻ ഈ വിഷയത്തിൽ കൂടി വിവരിച്ചു പോകുന്നത്. പക്ഷെ അത് എം.എസ്. സുബ്ബലക്ഷ്മി മുതൽ വൈശ്വാസ് വരെയുള്ള പലരും സംഗീതവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സെലക്ട് ചെയ്യുന്നതിനകത്ത് എന്തുകൊണ്ടോ ഇത് കടന്നു വരുന്നില്ല എന്നുള്ള അർത്ഥമാണ്. വർത്തമാനകാല സംഗീതവൽക്കരണങ്ങളിൽ ഒരുപക്ഷെ ഇവയെല്ലാം വന്നിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സത്സംഗം കൊണ്ട് നിസ്സംഗം ഉണ്ടാവുന്നു എന്നാണ് ആദ്യം ഭഗവാൻ പറയുന്നത്. സത്സംഗം എന്ന് പറയുന്നതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ട വാക്കാണ്. സത്സംഗം എന്ന് പറയുന്നത് സത്തുക്കളുമായിട്ടുള്ള സംഘം എന്നാണ് പൊതുവെ വിവക്ഷിക്കപ്പെടുന്നത്. സത്യവുമായിട്ടുള്ള സംഘം എന്നതിനർത്ഥമുണ്ട്. സത്തുമായിട്ടുള്ള സംഘം എന്നതിനർത്ഥമുണ്ട്. അത് കഴിഞ്ഞേ ഉള്ളൂ സത്തുക്കൾ എന്ന് പറയുന്ന വ്യവഹാരികളായ മനുഷ്യർ. സത്തുക്കളുമായുള്ള സംഘം കൊണ്ട് ഉയർച്ചയുണ്ടാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ അദ്വിതീയമായിരിക്കുന്ന കഴിവുകളോട് കൂടിയുള്ളവരായിരിക്കണം. അവർക്ക് എന്തെങ്കിലും ഒരു തെറ്റ് അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആരാണോ അവരെ പിന്തുടരുന്നത് അവരുടെ ജീവിതത്തിലേക്ക് കൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ സത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവർ തന്നെ വളരെ കുറവായിരിക്കും. സത്ത് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എക്സിസ്റ്റൻസ് ആണ്. ഉണ്മ, ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്, വെണ്മ എന്ന് പറഞ്ഞാൽ വെളുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉണ്മ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കുന്നത്. പല മലയാളികളും ഉണ്മ എന്ന് പറയുന്നത് ഒരു നന്മ പോലെ ഉള്ള അർത്ഥമാണെന്ന് വിചാരിച്ച് പ്രയോഗിച്ച് കാണാറുണ്ട്. ആർജവം എന്ന് പറയുന്നൊരു വാക്ക് ഇപ്പോൾ ഒരുപാട് മലയാള പ്രസംഗങ്ങളിലും എല്ലാം ഉപയോഗിച്ച് കാണുന്നുണ്ട്. ആർജവം എന്ന് പറഞ്ഞാൽ രുജുവായിരിക്കുക, വക്രഗതി ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിരിക്കുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുന്നതിനെയാണ് ആർജവം എന്ന് പറയുന്നത്. പക്ഷെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ധൈര്യമാണെന്ന്. അതിനുള്ള ആർജവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ആർജവം ഉണ്ടാകേണ്ട കാര്യമൊന്നുമില്ല. ആർജവം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവുകയില്ല. അതുപോലൊരു കാര്യമാണ് ഈ ഉണ്മ, എക്സിസ്റ്റൻസ്.
അപ്പോൾ സത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഭാഷ പഠിക്കുന്നതിനുള്ള വൈകല്യം കൊണ്ട് ഒരുപക്ഷെ വേദാന്ത ഭാഷയുടെയോ അല്ലെങ്കിൽ ഭക്തശിരോമണികളുടെയൊക്കെ ഉപയോഗം കൊണ്ട് സത്തെന്ന് പറയുന്നത് അതിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്ത് കണ്ടുപിടിക്കാറുണ്ട്. എന്താണ് സത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസത് അല്ലാത്തത് എന്തോ സത്ത്. അസതോമാ സത്ഗമയ, അസത്തിൽ നിന്ന് സത്തിലേക്ക് വരട്ടെ. ആദ്യത്തെ പ്രാർത്ഥനയാണ്. അസത്തിൽ നിന്ന് സത്തിലേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ നോൺ എക്സിസ്റ്റൻസിൽ നിന്ന്, നിലനിൽക്കാത്തതിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന്, എംപ്റ്റിനെസ്സിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക്, നിലനിൽപ്പിലേക്ക് ഉണ്ടാകട്ടെ. എന്താണ് നിലനിൽക്കാത്തത്? ഈ പ്രപഞ്ചമാണ് നിലനിൽക്കാത്തത്. പ്രപഞ്ചം എന്നും നിലനിൽക്കുന്നതാണെന്ന് സയൻസ് പോലും സമ്മതിക്കാനില്ല. താമസിയാതെ സൂര്യനിൽ നിന്ന് വളരെ മാരകമായിരിക്കുന്ന ഒരു റേഡിയേഷൻ നമ്മുടെ ഭൂമിയുടെ ഭാഗങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആ സമയത്ത് വളരെ തിക്താനുഭവങ്ങൾ ആ മേഖലകളിൽ, ആ രാജ്യങ്ങളിൽ, ഭൂമിയുടെ ആ ഭാഗങ്ങളിൽ ഉണ്ടാകുമെന്നും സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനധികം സമയം ഇനിയില്ല. അതിൽ ഭാഗികമായിരിക്കുന്ന ഒരു സംഭവം വ്യാപകമായിട്ട് പ്രപഞ്ചം ഇല്ലാതാകുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, അനുനിമിഷം പ്രപഞ്ചങ്ങൾ ഉണ്ടാവുകയും പ്രപഞ്ചങ്ങൾ ഇല്ലാതാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചും ഏതാണ്ട് സമ്മതിച്ചു വരികയാണ് ശാസ്ത്രം. അപ്പോൾ അത്തരത്തിൽ അസത്ത് എന്ന് പറയുന്നത് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് എന്താണോ നിലനിൽക്കാത്തത് അല്ലെങ്കിൽ ഇല്ലാത്തത്, ശൂന്യമായിരിക്കുന്ന അവസ്ഥ. ഈ ശൂന്യത എന്ന് പറയുമ്പോൾ ബുദ്ധമത ദർശനങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്ന, ശൂന്യവാദവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പൊതുവെ ധരിച്ചുകൊണ്ട് വേദാന്തികൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ സംസാരങ്ങളിൽ ശൂന്യവാദത്തെക്കുറിച്ചോ ശൂന്യതയെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ വേദാന്തികളായിട്ടുള്ളവർ അവരുടെ ധർമ്മമാണ് അതിനെ എതിർക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെയും യുദ്ധത്തിന് പോർവിളിക്കുന്നതും നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ അതൊന്നും അറിഞ്ഞുകൂടാത്ത കൊണ്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എംപ്റ്റിനെസ്സും ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസുമാണ്. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള എംപ്റ്റിനെസ്സും എന്താണെന്ന് തിരിച്ചറിയുന്നവർ മാത്രമേ എന്താണ് ശൂന്യത എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊക്കെ വിഷയം വളരെ അഗാധമായ കാര്യങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ മുൻപ് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. അതിലേക്കൊന്നും നമുക്ക് തിരിച്ചു പോകാൻ തൽക്കാലം നമുക്ക് സമയമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ സത്തെന്ന് പറയുന്നത്